3 ഹെലികോപ്റ്ററുകളാണ് പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററിന് ഉൾപ്പെടെ 3 ഹെലികോപ്റ്ററുകളാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഹെലിപ്പാഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ ആദ്യ ഹെലികോപ്റ്റർ ഇപ്പോൾ പുലിമുട്ടിന്റെ സമീപത്തേക്ക്, അതായത് MSC സെലസ്റ്റിനോ കപ്പലിന്റെ തൊട്ടരികിലേക്ക് ആദ്യത്തെ ഹെലികോപ്റ്റർ എത്തുന്നു. അതിന് പിന്നിലുള്ള ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മറ്റ് 2 ഹെലികോപ്റ്ററുകൾ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാനായി എത്തിയിരിക്കുന്നതാണ്. അതായത് ഒരു ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിക്കൊണ്ട് സേനാ വിഭാഗങ്ങളുടെ 2 ഹെലികോപ്റ്ററുകൾ, അങ്ങനെ 3 ഹെലികോപ്റ്ററുകൾ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ബർത്തിനടുത്തേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ പുലിമുട്ടിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഇടത്തേക്ക് പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററുകളിലൊന്ന്, ആദ്യത്തെ ഹെലികോപ്റ്റർ ഇതാ ഇവിടെ ഇറങ്ങാൻ പോവുകയാണ്. MSC സെലസ്റ്റിനോ കപ്പലിന് തൊട്ടു ചേർന്ന് പ്രത്യേകം സജ്ജമാക്കിയ ഹെലിപ്പാഡിലേക്ക് പ്രധാനമന്ത്രിയുടെ വ്യൂഹത്തിലുള്ള ആദ്യ ഹെലികോപ്റ്റർ, എയർഫോഴ്സ് ഹെലികോപ്റ്റർ ഇതാ ഇറങ്ങുകയാണ്. സുരക്ഷാ ഏജൻസികളുടെ കർശനമായ നിരീക്ഷണങ്ങൾക്ക് നടുവിലാണ് ഈ രാജ്യാന്തര തുറമുഖം. അതീവ സുരക്ഷാ മേഖലയിലേക്കാണ് ഈ ആദ്യ ഹെലികോപ്റ്റർ. കണ്ടെയ്നറുകൾക്കിടയിലൂടെ ആ ഹെലികോപ്റ്ററുകൾ അതിന് സമീപത്തുകൂടി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ഹെലിപ്പാഡിലേക്ക് ഇറങ്ങുന്നു. അതിന് തൊട്ട് സമീപത്തായി മറ്റ് 2 ഹെലികോപ്റ്ററുകൾ കൂടിയുണ്ട്. അതിലൊന്നിലാണ് പ്രധാനമന്ത്രി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ഹെലികോപ്റ്ററുകൾ, അതോടൊപ്പം പ്രധാനമന്ത്രിയുള്ള ഹെലികോപ്റ്റർ. ഇങ്ങനെ കരയിലും കടലിലും തീർത്ത വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെയും രാജ്യത്തിന്റെയും അഭിമാനമായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തുകയാണ്. അദ്ദേഹം അരമണിക്കൂർ സമയം ഈ പ്രധാന കവാടം ഉൾപ്പെടെ ഈ MSC സെലസ്റ്റിനോ കപ്പലിനെ സ്വീകരിച്ചതിന് ശേഷം പുലിമുട്ടിന്റെ 3.9 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പ്രദേശം മുഴുവൻ അദ്ദേഹം കാണും. അദ്ദേഹത്തെ പ്രത്യേക വാഹനത്തിൽ അവിടേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ ഒരു പ്രദേശം മുഴുവൻ SPGയുടെയും മറ്റ് സുരക്ഷാ ഏജൻസികളുടെയും വലയത്തിലാണ്. നാവികസേനയുടെയും അതോടൊപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും നേവിയുടെയും കപ്പലുകൾ, അതോടൊപ്പം ബോട്ടുകൾ, ഉദ്യോഗസ്ഥരുടെ സായുധരായ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം, അതൊക്കെ ഈ പ്രദേശം മുഴുവനുണ്ട്.